ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുകയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശാ നല്ല സമയാ എന്റെ കുട്ടിക്ക്. ആ എങ്ങനെയെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കള് കുറിക്കുന്നു. ആരാത്? പോറ പട്ടി അവിടുന്ന്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ. എന്റെ മോനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഒരു മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണിയെ, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കേ പോയിട്ട്. വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചു തരണോ? വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ? ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാവനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്. ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ കുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതര നോട്ടവും ശൃംഗാരവും. ഒന്നും മിണ്ടാണ്ടിരിക്കോ വിജയേട്ടെ. വരൂ, നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സൗമ്യയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കൊപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ? ചെവി ഇങ്ങോട്ട് തരൂ. എന്താ? അയ്യേ, ഞെട്ടരുത്. എടാ തന്തയ്ക്ക് പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന്. ഉണ്ടടാ, ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ മോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ,
എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയി പോവാൻ. ആ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഓ, മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലേ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാന്നാ ഏട്ടൻ പറഞ്ഞത്? വാരിശ്ശേരിലെ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ അത്? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണ്ണി? ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയാനില്ല. വേണ്ട. അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട അതിനിവിടെ പൊന്നും പണവും കെട്ടി വെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. ഏറ്റു. തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണമെന്ന് എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സാർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒഴിക്കണോ? മതി സാർ. താ ഒട്ടും കഴിച്ചില്ല. അല്ല, ഫുൾ ഫിറ്റ് ആണ് സാർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാടോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സാർ? കർത്താവേ, ഞാൻ ഭർത്താവില്ലാതെ പറ്റൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. എന്റെ പൊന്ന് സാറേ, ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ, നമുക്ക് പോവാം. വന്നേ. കയ്യിലുള്ള ഹായ് ഗോപി, കാർ ചേസ്.